ഈ വില്ലേജ് അഥവാ ഈ ഗ്രാമം ഞങ്ങൾ താമസിക്കുന്നതിന് കുറച്ച് പോകാനേ ഉള്ളൂ. ഞങ്ങൾ താമസിക്കുന്നതിന് കുറച്ച് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാമമാണ്. വീട്ടിൽ ഒരുപാട് നേരം വെറുതെ ഇരുന്ന് ഡെയിലി ഇങ്ങനെ ഇരുന്ന് വെറുപ്പ് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ മടുപ്പ് പിടിക്കുമ്പോഴാണ് എനിക്ക് ഈ ഗ്രാമത്തിലേക്ക് ചെല്ലാൻ തോന്നാറ്. കാരണം ഈ ഒരു ഗ്രാമത്തിലേക്ക് എൻട്രി ചെയ്താൽ തന്നെ കണ്ണിന് കുളിർമയേകുന്ന കുറേ കാഴ്ചകളാണ്. കാരണം കുറേ മരങ്ങളും ഒരു പ്രത്യേക തരം ഒരു ക്ലൈമറ്റാണ് അതിൻ്റെ ഉള്ളിൽ കയറുമ്പം തന്നെ. നമ്മൾ സിനിമയിലുകൾ മാത്രം കണ്ടുവരുന്ന ഇതുപോലത്തെ വീടുകളും അതിൻ്റെ വാതിൽക്കലിരിക്കുന്ന കുറേ അക്കന്മാരെന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആൾക്കാർ. ഈ പ്രായമുള്ള ആൾക്കാരെ മാത്രമാണ് ഞാൻ അവിടെ കണ്ടത്. ഈ ഗ്രാമത്തിൽ തന്നെ ഉള്ളവർക്കുള്ള സ്കൂളും ഹോസ്പിറ്റലും അമ്പലം അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഈ വീടൊക്കെ നോക്കി എന്ത് മനോഹരമായ വീടുകളാണല്ലേ. കുറേ ആടുകളും പശുക്കളും പൂക്കളും മരങ്ങളും പിന്നെ അത് കൂടാതെ കുറേ പക്ഷികൾ കേട്ടോ. ഈ ഗ്രാമത്തിൽ തന്നെ അവർക്ക് വിൽക്കാനുള്ള ആ പാല് വിൽക്കുന്നതാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ കുറേ അമ്മമാർ എല്ലാ വീട്ടിലും ഉണ്ട് കുറേ പശുക്കൾ. ഒരു ഈവനിങ് ആകുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതന്നെ നമുക്ക് കാണാനുള്ളൂ. ഇപ്പോൾ സൈക്കിളിൽ പോയ ആ ഏട്ടനെ കണ്ടോ? ആ ഏട്ടനൊക്കെ പാല് കറന്നെടുത്തിട്ട് സിറ്റിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. നമ്മൾ സിനിമയിൽ കണ്ട് വരുന്ന സെയിം സ്റ്റോറി. ഇതാണ് അവിടുത്തെ സ്കൂള്. ജസ്റ്റ് അവിടെ നടന്ന് കാണാനല്ല, ഒരു ബൈക്ക് റൈഡ് പോയാൽ മതി അതിൽ കൂടെ. ഇതുപോലത്തെ ചെറിയ ചെറിയ ഷെഡുകളിലാണ് ഇപ്പോഴും അവിടുത്തെ ആൾക്കാർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കൊക്കെ ഇഷ്ടമാണ് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണാൻ. ചെറിയ മഴ പെയ്ത് തോർന്നത് കൊണ്ട് നല്ലൊരു അടിപൊളി റെയിൻബോവും കാണാൻ പറ്റി. പിന്നെ നമ്മൾ ബൈക്കിൽ അതിൽ കൂടെ പോകുമ്പോൾ തന്നെ അവർ നമ്മളൊരു വിയേർഡായിട്ടാണ് നോക്കുന്നത്. കാരണം അവർ ജീവിക്കുന്ന രീതി വേറെയാണ്. നമ്മൾ ചുരിദാറും ഡ്രസ്സൊക്കെ ഇട്ട് ബൈക്കിൽ അതിൽ കൂടെ പോകുമ്പോൾ അവർ നോക്കുന്ന നോട്ടം ഒരു വേറെ എന്തോ ജന്തുക്കളെ കണ്ട പോലെയാണ് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഫീലാണ്. പക്ഷേ ചിലവർ നമ്മളെ കാണുമ്പോൾ ചിരിക്കും, ചിലവർ തീരെ ചിരിക്കൂല കേട്ടോ. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ മയിലുകളുണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും മയിലുകളാണ്. നമുക്ക് ക്യാമറയിൽ അത്രത്തോളം എടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ദൂരത്തുനിന്നേ കാണാൻ പറ്റുള്ളൂ. അടുത്തുനിന്ന് കണ്ടാലും ക്യാമറയിൽ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഈ വീഡിയോയിലൊക്കെ അവിടെ ഒരു മയിലുണ്ട്. ഈ നമ്മളെ നാട്ടിലെ കൊക്കൊക്കെ മറ്റേ ഒരു വയലിലിരുന്നിട്ട് ഇങ്ങനെ കൊക്ക് ഗോതമ്പൊക്കെ പെറുക്കി തിന്നൂലേ, അതുപോലെയാണ് ഇവിടെ ഇവർ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. അവിടെ ഇതുപോലെ ഇഷ്ടംപോലെ പീക്കോക്ക് ഉണ്ടാവും. വലിയ പീക്കോക്കും പീലി വിടർത്തി നിൽക്കുന്നതും അങ്ങനെ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ കാണാം നിങ്ങൾക്ക് പീലി വിടർത്തി നിൽക്കുന്ന മയിലുകളെ. പക്ഷേ ക്യാമറയിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ. അപ്പോൾ ഇതുപോലത്തെ ഗ്രാമക്കാഴ്ചകളും ഇവിടുത്തെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ബാംഗ്ലൂരിൽ ഇതുപോലത്തെ സ്ഥലങ്ങളും ഉണ്ട്. സിറ്റികൾ മാത്രമല്ല, സിറ്റികളും ഉണ്ട്. പക്ഷെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അധികം ഇതുപോലത്തെ സ്ഥലമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണാം.